റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേർഡ് 30 ഓൺവേഴ്സ്. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും ആ ഭാഗം ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. നിങ്ങൾ ആ വാക്യം ബൈബിളിൽ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ ദയവായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അടുത്ത വാക്യം: ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? 2, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ? 3, ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? 4, നീതീകരിക്കുന്നവൻ ദൈവം. 5, ശിക്ഷ വിധിക്കുന്നവൻ ആര്? 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയോട് അപ്പോസ്തലനായി പൗലോസ്ലീഹ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ബൈബിൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് 5 സ്ഥലങ്ങളിലും ക്വസ്റ്റ്യൻ മാർക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഭാഗങ്ങളിൽ ചോദ്യചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രധാനമായും മറ്റ് ചോദ്യങ്ങൾ അതിലുണ്ട്. പ്രധാനമായും 5 ചോദ്യങ്ങൾ സഭയോട്, ദൈവജനത്തോട് പൗലോസ് ചോദിക്കുകയാണ്. എന്നാൽ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇതാരായുമ്പോൾ, നിങ്ങളിൽ എത്ര പേര് എന്നോട് ചേർന്ന് ഇതിനൊന്ന് മറുപടി പറയും? ഒന്നാമത്തെ ചോദ്യം നിങ്ങളോട്. ഒന്നാമത്തെ ചോദ്യം: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നമുക്ക് മറുപടി പറയാം, ആരുമില്ല. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: സ്വന്തം പുത്രനെ ആദരിക്കാതെ തൻ്റെ ഏക മകനെ യേശു കർത്താവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? യേശുവിനെ തരുവാൻ, തൻ്റെ ഏക മകനെ തരുവാൻ, തൻ്റെ സ്വന്തം പുത്രനെ തരുവാൻ അവൻ മടിച്ചില്ലെങ്കിൽ സൗഖ്യം തരാതിരിക്കുമോ? സമാധാനം തരാതിരിക്കുമോ? സാമ്പത്തിക വിടുതൽ നൽകാതിരിക്കുമോ? നിത്യമായ രക്ഷ നൽകാതിരിക്കുമോ? നമുക്കതിന് ഉത്തരം പറയാം, ഇല്ല കർത്താവേ, നിൻ്റെ ഏക മകനെ, ആ ജീവൻ ഞങ്ങൾക്ക് തന്നെങ്കിൽ അവൻ്റെ കൂടെ സകലതും ഞങ്ങൾക്ക് നൽകും. മൂന്നാമത്തെ ചോദ്യം പൗലോസ് ചോദിക്കുന്നു: ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെ, ദൈവം ചൂസ് ചെയ്ത ഒരാളിനെ, ദൈവം ഇലക്ട് ചെയ്തൊരു വ്യക്തിയെ ആര് കുറ്റം ചുമത്തും? ദൈവത്തിന് ഒരാളെ ഇഷ്ടമാണെങ്കിൽ, ഈ എന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താണെങ്കിൽ ആർക്കും നിങ്ങളെ വിമർശിക്കാൻ കഴിയും? ദൈവമാണ് നിങ്ങളെ ഉയർത്തി വെച്ചിരിക്കുന്നതെങ്കിൽ ആർക്കും നിങ്ങളെ താഴെ ഇറക്കാൻ പറ്റും? അതല്ലേ ബൈബിൾ പറയുന്നത്? യഹോവയുടെ കയ്യെ തടുക്കുന്നവൻ ആരാണ്? അവനൊരു വാതിൽ തുറന്നാൽ ആരത് അടയ്ക്കും? അവനൊരു വാതിൽ അടച്ചാൽ ആരത് തുറക്കും? പ്രൈസ് ഗോഡ്. നാലാമത്തെ ചോദ്യം: നീതീകരിക്കുന്നവൻ ദൈവം. ഒരു വ്യക്തിയെ നീതീകരിക്കുന്നത് അവൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല, അവൻ ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല. ഡിക്കായോസസ് എന്ന പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. കർത്താവ് ഒരു മനുഷ്യനെ നീതീകരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. കർത്താവിനുള്ള യേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ ശിക്ഷ വിധിക്കുന്നവൻ ആര്? ആർക്കും ശിക്ഷ വിധിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ ഒരു ഭാഗത്തു നിന്ന് ഹല്ലേലൂയ, നമുക്കൊന്ന് വളരെ ഗൗരവമായിട്ട് 1-2 കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമത്തെ വിഷയം ഇതാണ്: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇഫ് ഗോഡ് ഈസ് ബിഫോർ us, who can be against us? ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവത്തിൻ്റെ അനുകൂലത
അനുകൂലത എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. വാക്ക് അനുകൂലത എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രേസ്, കൃപ എന്ന് പറഞ്ഞാൽ അയോഗ്യമായ അനുകൂലത ദൈവം നമ്മളോട് കാണിച്ചതാണ് ദൈവത്തിൻ്റെ കൃപ. അപ്പം അനുകൂലത എന്ന് പറയുന്നത് ഗ്രേസ് ആണ്, ദൈവത്തിൻ്റെ ഗ്രേസ് ആണ്. അനുകൂലത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഫേവറാണ്. ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേളിലുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ മേളിലുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ അനുകൂലത ഒരു വ്യക്തിയുടെ മേൽ നിന്നാൽ, ആരെല്ലാം പ്രതികൂലമായി നിന്നാലും ആ വ്യക്തിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, സകല ശാസ്ത്ര സാങ്കേതിക വിദ്യകളും നിങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും, ദൈവം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും, എല്ലാവരും നിങ്ങൾക്കെതിരാണെങ്കിലും, കർത്താവിൻ്റെ അനുകൂലത, അവൻ്റെ ഫേവർ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ വിജയിച്ചിരിക്കും. ഞാൻ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുവെഴുത്തിനകത്ത് നിന്ന് കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ ദൈവികമായ അനുകൂലതയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബൈബിളിനകത്ത് ദൈവത്തിൻ്റെ അനുകൂലത അനുഭവിച്ച ഒന്ന് രണ്ട് വ്യക്തികളുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്, രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി, രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, എസ്തേർ എന്ന് പറയുന്ന സഹോദരി, ഷി ഒബ്റ്റൈൻഡ് ഗ്രേസ് ആൻഡ് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് മോർ ദാൻ ഓൾ ദ വെർജിൻസ്. അല്ലേ, അവൾ ഷി ഒബ്റ്റൈൻഡ് ഗ്രേസ് ആൻഡ് ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് മോർ ദാൻ ഓൾ ദ വെർജിൻസ്. എല്ലാവരെക്കാളും അധികമായി ദൈവത്തിൻ്റെ ഫേവർ എസ്തേറിൻ്റെ മേലുണ്ടായിരുന്നു. എസ്തേർ എന്ന് പറയുന്നത് ആരാണ്? എസ്തേർ എന്ന് പറയുന്നത് ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു യഹൂദനായ മനുഷ്യൻ, തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേറിനെ എടുത്ത് വളർത്തിയതാണ്. അല്ലേ, എടുത്തു വളർത്തിയതാണ്. എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. അപ്പനും അമ്മയും ഇല്ലാതെ വളർന്നവളായിരുന്നു, എടുത്തു വളർത്തപ്പെട്ടവളായിരുന്നു. എന്നാൽ ഈ അനാഥ പെൺകൊച്ച്, ആരോരുമില്ലാത്ത ഈ സഹോദരി ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിതയായി, ഒരു രാജ്യത്തിൻ്റെ രാജ്ഞിയായി തീർന്നു. എങ്ങനെയാണത് സാധ്യമായത്? എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എസ്തേറിന് അപ്പനും അമ്മയും ഇല്ലായിരുന്നെങ്കിലും, കുടുംബശ്രേഷ്ഠതകൾ പറയാനില്ലായിരുന്നെങ്കിലും, അവൾ എല്ലാ സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടവളായിരുന്നെങ്കിലും, സ്നേഹം നഷ്ടപ്പെട്ടവളായിരുന്നെങ്കിലും, ദൈവത്തിൻ്റെ ഫേവർ അവളുടെ മേളിലുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അനുകൂലത അവളുടെ മേളിലുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഓൺലൈനിൽ കാണുന്ന എൻ്റെ പ്രിയ സഹോദരനോട്, സഹോദരിയോട്, മാതാപിതാക്കളോട്, കുടുംബങ്ങളോട്, ദൈവദാസന്മാരോട്, ശുശ്രൂഷകരോട് പറയട്ടെ, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെങ്കിലും, വ്യക്തികളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും, കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് എൻ്റെ ദൈവം എത്തിച്ചിരിക്കും. നിൻ്റെ വാക്കുകളെ, നിൻ്റെ ദൂതുകളെ, നിൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തീകരിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ നമ്മളവിടെ വായിച്ച ഭാഗം വളരെ വ്യക്തമാണ്. ഈ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ എസ്തേറിനെ എടുത്തു വളർത്തുമ്പോൾ, ആ വാക്യം ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഈ രാജാവ് എസ്തേറിനെ തൻ്റെ മുൻപിൽ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് അവിടെ വസ്തി എന്ന് പറഞ്ഞൊരു രാജ്ഞി ഉണ്ടായിരുന്നു. വസ്തി എന്ന് പറഞ്ഞൊരു രാജ്ഞി ഉണ്ടായിരുന്നു. ആ രാജ്ഞി ചെയറിൽ ഇരിക്കുമ്പോഴാണ് എസ്തേർ അവിടെ എത്തുന്നത്. പക്ഷേ വസ്തിയെ കസേരയിൽ നിന്ന് മാറ്റി എസ്തേറിനെ അവിടെ രാജ്ഞിയാക്കി തീർക്കുന്നു. ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ദൈവികമായ ഒരു അനുകൂലത നമ്മുടെ ഓരോരുത്തരുടെയും മേളിലുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷനുകളെ ചേഞ്ച് ചെയ്യുവാൻ, നമ്മുടെ സിറ്റുവേഷനുകളെ, സാഹചര്യങ്ങളെ മാറ്റാൻ കർത്താവിന് ഒരു നിമിഷം മതി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയണം. നിങ്ങളാകുന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ദേശത്തെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ ചേഞ്ച് ഔട്ട് ചെയ്യാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് അനാഥ പെൺകുട്ടി, ആരോരുമില്ലാത്തവൾ, ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിതയായി തീരുന്നത്. അവിടെ അവളുടെ പൊസിഷൻ മാറുന്നു, അവളുടെ സ്റ്റാറ്റസ് മാറുന്നു. വാട്ട് ഈസ് ദ റീസൺ? ഓൺലി വൺ റീസൺ. ദാറ്റ് റീസൺ ഈസ് ദ ഫേവർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അനുകൂലത മാത്രമാണ് അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത്. ജോസഫിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു,
അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ പ്രോസ്പറായി, അവൻ അഭിവൃദ്ധിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ ഈ തിരുവെഴുത്തിൽ നിന്ന് പറയട്ടെ, ജോസഫ് കൃതാർത്ഥനായതിൻ്റെ, അഭിവൃദ്ധിപ്പെടാനുള്ളതിൻ്റെ കാരണം ചേട്ടന്മാർക്കും അപ്പനുമൊക്കെ പുള്ളിയോടുള്ള ഭയങ്കര സ്നേഹമല്ല, നാട്ടുകാർക്കും രാജ്യത്തിലെ അധികാരിക്കുമൊക്കെ പുള്ളിയോടുള്ള വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല. എല്ലാവരും ജോസഫിനെതിരായിരുന്നു. ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിനോട് ഭയങ്കര അസൂയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ജലസി, അസൂയ എന്ന് പറയുന്നത്. ജോസഫിനോട് സഹോദരങ്ങൾക്ക് ഭയങ്കര അസൂയായിരുന്നു. കാരണം സഹോദരങ്ങൾക്കില്ലാത്ത ദർശനവും സഹോദരങ്ങൾക്കില്ലാത്ത ആ പ്രത്യേകമായ ദൈവകൃപയും ജോസഫിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു. മറ്റ് പലർക്കും ഇല്ലാത്ത ചിലത് ചിലരിലേക്ക് വരുമ്പോൾ അവരോട് ചിലർക്ക് അസൂയ ഉണ്ടാകും. എപ്പോഴും ഓർക്കണം, ആർക്കും നമ്മളെ ഒരാൾ കുത്തുന്നെങ്കിൽ, പുറകിൽ നിന്ന് നമ്മളെ കുത്തുന്നെങ്കിൽ നമ്മൾ ഓർക്കണം, നമ്മൾ അവരുടെ മുൻപിൽ നിൽക്കുന്ന ഒരാളെ മാത്രമേ പുറകിൽ നിന്ന് കുത്താൻ പറ്റത്തുള്ളൂ. അവരെക്കാളൊക്കെ നമ്മൾ മുൻപിലായിരിക്കുന്നത് കൊണ്ടാണ് പുറകിൽ നിന്നുള്ള കുത്തുകളുണ്ടാകുക. ജോസഫിന് ഇത് തന്നെയാണ് സംഭവിച്ചത്. സഹോദരങ്ങൾ ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അപ്പനോട് ചെന്ന് പറഞ്ഞു, യാക്കോബിനോട് ചെന്ന് പറഞ്ഞു, അപ്പാ, ഇന്ന് ആടുകളെ മേയ്ക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ സഹോദരനെ ദുഷ്ടമൃഗങ്ങൾ പിടിച്ചു, അവനെ കൊന്നുകളഞ്ഞു, ഇതാ അവൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞ് കള്ളസാക്ഷ്യം പറയാനായിട്ടിടയെ. പക്ഷെ അന്ന് രാത്രിയിൽ ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ട സഹോദരങ്ങൾക്ക് സ്വസ്ഥത വന്നില്ല. ബൈബിൾ പറയുന്നു, പിറ്റേ ദിവസം അവരവിടെ ചെന്ന് അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് മിസ്രൈമ്യ അടിമ ചന്തയിൽ അവനെ വിറ്റു. നോക്കണേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. മിസ്രൈമ്യ അടിമ ചന്തയിൽ ജോസഫ് നിൽക്കുമ്പോൾ വസ്ത്രം രഹിതനായിട്ട്, അല്ലേ, അടിമകളെ തിരഞ്ഞെടുക്കുന്നത്, എലക്ട് ചെയ്യുന്നത് അവരുടെ ആകാര വടിവ് നോക്കിയ, അവരുടെ ആരോഗ്യം നോക്കിയ, അവരുടെ ശരീരം നോക്കിയ. കാരണം അടിമകളെ കൊണ്ടുപോകുന്നത് വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കാനാണ്, അവരെ കഷ്ടപ്പെടുത്താനാണ് കൊണ്ടുപോകുന്നത്. അപ്പം ആരോഗ്യമുള്ളവനെ എടുക്കുകയുള്ളൂ. അപ്പം വസ്ത്രരഹിതനായി, അല്പവസ്ത്രധാരിയായി ജോസഫ് മിസ്രൈമ്യ ചന്തയിൽ, അടിമ ചന്തയിൽ നിൽക്കുമ്പോൾ സഹോദരങ്ങളോ കുടുംബക്കാരോ ലോകത്തിലുള്ള ഒരു മനുഷ്യനും അറിഞ്ഞില്ല, സ്വർഗത്തിലെ ടൈലറിംഗ് ഷോപ്പിൽ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന് സ്വർഗത്തിലെ ദൈവം ഒരു മന്ത്രിക്കുപ്പായം തയ്പ്പിക്കുന്നുണ്ട് എന്ന്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം. ഇന്നത്തെ സാഹചര്യങ്ങളെ നോക്കി, ഇന്നിൻ്റെ അനുഭവങ്ങളെ നോക്കി, ഇന്നത്തെ വിഷയങ്ങളെ നോക്കി നാം പതറാതിരുന്നാൽ, തളരാതിരുന്നാൽ നാം നാളെകളിൽ ലജ്ജിച്ചു പോകത്തില്ല. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. നമുക്കറിയാം, ജോസഫിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായതുകൊണ്ട് കാരാഗൃഹത്തിൽ ജോസഫ് പ്രധാനിയായി. രാജ്യത്തിലെ പ്രഥമ വനിത താൻ ചെയ്യാത്ത തെറ്റ് ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിച്ചു, മാനിക്കുവാനായിട്ട് ഇടയായി. ഫൈനലി ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഈജിപ്തിൻ്റെ പ്രൈം മിനിസ്റ്ററായി, മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയായി തീർന്നു. അതിൻ്റെ ഒറ്റ കാരണം ദൈവത്തിൻ്റെ അനുകൂലതയാണ്. ഇന്ന് രാത്രി നമുക്കും ചേർന്ന് പറയാം, ആകയാൽ ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? രണ്ടാമതായിട്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് യേശു കർത്താവിനെയാണ്. യേശു കർത്താവിനെ ലഭിച്ചവർ ഈ ഓൺലൈനിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ആമീൻ പറയാമോ? യേശു ക്രിസ്തുവിനെ ലഭിച്ചവർ, യേശു ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ, യേശു ക്രിസ്തുവിലുള്ള സന്തോഷത്തെ അനുഭവിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആ പുത്രനെ നമുക്ക് നൽകി പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ മകനെ നിങ്ങൾക്കും എനിക്ക് നൽകി. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ആ പുത്രനെ ലഭിച്ചോ എന്നുള്ളതാണ്. ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിക്കുക. ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട്, കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ നിനക്കായി തുറക്കുന്നു, എൻ്റെ ഉള്ളിലേക്ക് വരിക എന്ന് പറയുക. ആമേൻ. കണ്ടേ, ഈ രാത്രി നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ കൊടുത്തേ. ആ പുത്രനെ ലഭിച്ചവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവനോടുകൂടെ, യേശു ക്രിസ്തുവിനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? നിങ്ങൾ സൗഖ്യമാണോ ചോദിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയാണോ ചോദിക്കുന്നത്? ഭവനം ഒന്നിച്ചുള്ള വിടുതലാണോ ചോദിക്കുന്നത്? ഞാൻ ഒരു വിശുദ്ധീകരണമാണോ ചോദിക്കുന്നത്? എന്താണ് നിങ്ങൾ കർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എന്തു തന്നെയാണെങ്കിലും തൻ്റെ പുത്രനെ നിങ്ങൾക്ക് തരാൻ മടിക്കാത്ത പിതാവ്
നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി തരുവാൻ കഴിയുന്ന കർത്താവാണ്. ക്ഷാമകാലത്തും അവൻ എന്നെയും നിങ്ങളെയും ക്ഷേമമായി പോറ്റുന്ന ദൈവമാണ്. മൂന്നാമതായിട്ട് പൗലോസ് നമ്മളോട് ചോദിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? സമയം കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കർത്താവ് എലക്ട് ചെയ്ത, കർത്താവ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തി ആർക്ക് കുറ്റം പറയാൻ പറ്റും? കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത്, അല്ലെങ്കിൽ മനുഷ്യനൊരാളെ തിരഞ്ഞെടുത്ത് ആ പുള്ളി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായാൽ, MP ആയാൽ, MLA ആയാൽ ആ ഗവൺമെൻറ്റാ തീരുമാനിക്കുന്നത് പുള്ളി എന്നാ ചെയ്യണമെന്ന്, നാട്ടുകാരല്ല. അവരെ ആ വ്യക്തിയെ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് അല്ലെങ്കിൽ ആ വ്യക്തി ആ പൊസിഷനിലാക്കി വെച്ചവരാ തീരുമാനിക്കേണ്ടി ആ വ്യക്തിയുടെ ഭാവി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്ക് കുറ്റപ്പെടുത്താൻ കഴിയും? ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെയും നാവ് പരിഹസിക്കുന്ന നാവാകരുത്, കുറ്റപ്പെടുത്തുന്ന നാവാകരുത്, വിമർശിക്കുന്ന നാവാകരുത്. കാരണം മനുഷ്യ, നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്തിരിക്കും. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ വിതച്ചതായ പല തിന്മകളും ഇന്ന് കൊയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വിതച്ച പല തിന്മകളും. അപ്പോൾ എല്ലാവരും അത് ഉൾപ്പെട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം തിരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തരുത്. 4 നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ആ ഉറപ്പിന്ന് രാത്രി നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എൻ്റെ കർത്താവ് എന്നെ നീതീകരിച്ചു, എൻ്റെ കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചു, എൻ്റെ യേശു എനിക്ക് അനുകൂലമായിരിക്കുന്നു, അവൻ എനിക്ക് സകലവുമായിരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഇന്ന് രാത്രി ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ പ്രിയപ്പെട്ടവർ, ആ ഭാഗങ്ങൾ വായിച്ചവർ വാ തുറന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലം, എൻ്റെ ദൈവം എനിക്ക് അനുകൂലം, എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലം. ഹല്ലേലൂയ.